ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വാ മോളെ. നല്ല കിളികിളി പോലത്തെ ചെറുക്കൻ, ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. അല്ല പിന്നെ പുറത്താരാ വന്നിരിക്കുന്നത്? അത് എന്റെ കുറച്ച് കൂട്ടുകാരാ. നന്ദിനി കുളിച്ചൊരുങ്ങിയിട്ടുണ്ടല്ലോ, പെണ്ണ് കാണലായിരിക്കും. അച്ഛാ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. അവര് കല്യാണാലോചനയ്ക്ക് വന്നവര് തന്നെയാ. പക്ഷെ ഇക്കാര്യം നീ നാട്ടുകാരോട് പറയരുത്. ദുഷ്ടന്മാരാ. പല നല്ല ആലോചനകളും അവർ മുടക്കിയിട്ടുള്ളതാ. അയ്യോ, ഞാൻ ആരോട് പറയാനമ്മ? ഇങ്ങോട്ട് കൊടുക്ക. മാറങ്ങട് മോളെ. പേടിക്കണ്ട, ഈ വാച്ചിന്റെ അലാറം അടിച്ച മണി 11:30. ഓരോ അരമണിക്കൂർ വിട്ടും മണി അടിച്ചോണ്ടേയിരിക്കും. മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ചുമ്മാതല്ല, ഈ വാച്ചിന്റെ വില 8000 ഉറുപ്പികയാ. അങ്ങോട്ട് അങ്ങോട്ട് അവിടെ അവിടെ പേരെന്താ? പറഞ്ഞു കൊടുക്കുമോളെ. നന്ദിനി. സമയം ഒരുപാടായല്ലോ. ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നത്. ദാ വരുന്നുണ്ട്. പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. മണ്ണത്തിലൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. അല്ല, ഞാനേറ്റ് അവന്റെ ഒരു പ്രേമം ശരിയാക്കൂടാ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാരുണ്ട് അതിനകത്ത്? ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. ചൊല്ലും വിളിയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണു കാണിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും അല്ലേടാ? തങ്കപ്പനാരുടെ മോളല്ല, ഇത് ദിവാന്തേഷ്കാരുടെ മോളായാലും ശരി. നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഒരു പ്രേമം. ഇന്ന് വന്നേ, എന്താ പ്രശ്നം? എനിക്കൊന്ന് പറഞ്ഞൂടാ. ഇവിടുത്തെ ആ പെങ്കൊച്ചില്ലേ നന്ദിനി, ശേരമുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടെന്നോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ. ശേഖരമുള്ള ചേട്ടൻ ആളൊരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല. വണ്ടി വിടും. വില കുറച്ച് കുറഞ്ഞാലും ബസ് ഇപ്പൊ വിൽക്കാമെന്ന് വിചാരിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല. ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒറ്റ ബസ്സാണ്. മുസ്തത്തിന്റെ കാലത്ത് വാങ്ങിച്ചതാ. അപ്പോ ഒരുപാട് പഴക്കണ്ടാവൂലേ? മണ്ണും വണ്ടിയും എപ്പോഴും പഴയതാ നല്ലത്. അതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാ നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത്. നോക്കിയും കണ്ടും നടത്തിയാൽ നഷ്ടം വരില്ലവോ? നല്ല റൂട്ട്, വിശ്വസ്തരായ ജോലിക്കാർ, ഇത് രണ്ടും ശരിയായാൽ ബസ് ഒരിക്കലും ഒരു നഷ്ടമല്ല. റൂട്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വേറെ ബസ്സില്ല. പിന്നെ മേൽനോട്ടം, അതിനിപ്പോ ഞാനുള്ളത് കൊണ്ട് അങ്ങനെയും ഒരു ബുദ്ധിമുട്ടില്ല. വേണ്ടും വിധം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഞാൻ അതിശോക്തി പറയല്ല. മനുഷ്യനേക്കാൾ വിശ്വസ്തനാണ് ഈ ബസ്. നല്ല മുഖലക്ഷണുണ്ട്. ആർക്ക്? വണ്ടിക്ക്. എന്താച്ചാ ഉറപ്പിച്ചോ? അത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു. ഇതാ തങ്കപ്പൻ നായർ. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് മകനാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണു? അവനങ്ങ് ഗൾഫിലാ. ഗൾഫിൽ എന്ത് ചെയ്യണു? എനിക്ക് സ്വന്തമായി ബിസിനസ്. എനിക്കിവിടെ 2-3 ഫ്ലാറ്റുകളുണ്ട്, ബെൻസ് കാറുണ്ട്, സ്വന്തം ബോട്ടുകളുണ്ട്, കപ്പലും ഉണ്ട്. കണ്ടാ തോന്നില്ലല്ലേ? സത്യത്തിൽ ഇവൻ ഗൾഫിൽ പോയതുകൊണ്ടാ ബസ് വിൽക്കാമെന്ന് വെച്ചത്. ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. കുവൈറ്റിൽ നിന്ന് 10-15 ഫോൺ കോൾ വരാനുണ്ട്. ചെല്ല്. വിളിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. മകൻ കല്യാണം കഴിച്ചതാണോ? ഹേയ് അല്ല, ആലോചനകൾ പലതും വരുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം. ആയിക്കോട്ടെ. ഏതായാലും ബസ്സുമായിട്ടുള്ള ബന്ധം ഉറച്ചു. ഇനിയും പുതിയ പുതിയ ബന്ധങ്ങൾ പലതും ഉറപ്പിച്ചാ കൊള്ളാമെന്നുണ്ട്. വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോ ഞങ്ങളങ്ങോട്ട് വരട്ടെ.